നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതിവിശേഷപ്പെട്ട ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ അതിവിശേഷപ്പെട്ട ഒരു ഗണപതി രൂപത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ഗണപതി ക്ഷേത്രം ഏകമാണ്, മറ്റെങ്ങും തന്നെയില്ല. അത്യപൂർവമായി അനുഗ്രഹം ചൊരിയുന്ന ഗണപതിയെയും ഈ ക്ഷേത്രത്തെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഗണപതിയും ഹനുമാനും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ആദ്യന്ത പ്രഭു എന്ന് വിളിക്കപ്പെടുന്ന ആദിസ്വരൂപത്തെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഗണപതിയും ഹനുമാനും ഒന്നിച്ചുള്ള ഏകരൂപത്തെ നാം ആദ്യന്ത പ്രഭു എന്ന് വിശേഷിപ്പിക്കുന്നു. ആദിയും അന്തവും എന്നാണ് അതിൻ്റെ അർത്ഥം. ആദി എന്നാൽ ആദ്യത്തേത് എന്ന് പൊരുളുണ്ട്. ആദ്യത്തെ ദൈവം ഗണപതിയും അന്തം എന്ന് പറയുന്ന അവസാനത്തെ ദൈവം ഹനുമാനുമായിട്ടാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത്. ഗണപതിയെ വണങ്ങി ഒരു പ്രവൃത്തി തുടങ്ങിയാൽ ഹനുമാൻ അത് വിജയകരമായി പൂർത്തിയാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ ഗണപതിയും ഹനുമാനും ചേർന്ന ആദ്യന്ത പ്രഭുവിനെ വണങ്ങിയാൽ ഏത് പ്രവൃത്തിയിലും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. ഒരു പകുതി ഗണപതിയും മറുപകുതി ഹനുമാനും കൂടി ചേർന്നതാണ് ആദ്യന്ത പ്രഭുവിന്റെ രൂപം. ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്ന ഇവർ ഈ രണ്ട് ബ്രഹ്മചാരികളും ഒന്നിച്ചുള്ള രൂപത്തെ തങ്ങളുടെ ഇഷ്ടദൈവമായി വണങ്ങിപ്പോരുന്നു. ഹനുമാനാകട്ടെ ശിവഭഗവാന്റെ അംശാവതാരമാണ്. ഗണപതി പാർവതി പരമേശ്വരന്മാരിൽ നിന്നും ജന്മമെടുത്ത ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യന്ത പ്രഭു ശിവശക്തി സ്വരൂപനാണ്. ഈ ആദ്യന്ത പ്രഭുവിനെ വണങ്ങിയാൽ പാപഗ്രഹങ്ങളാലുള്ള ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. ചെന്നൈ തരമണിക്കരികിലുള്ള മധ്യ കൈലാസ ക്ഷേത്രത്തിലാണ് ഈ ആദ്യന്ത പ്രഭുവിന്റെ പ്രത്യേക സന്നിധിയുള്ളത്. എല്ലാവർക്കും ആദ്യന്ത പ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.